Hello, dear children. How are you all? Welcome back to SS Online class. Are you ready to listen, class? Today we will discuss about the last topic in this chapter. What is government? ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആർ യു റെഡി ടു ലിസൺ ക്ലാസ്? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ്, ജനാധിപത്യ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇന്ത്യ ഈസ് എ ഡെമോക്രസി. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇന്ത്യ എന്താണ്? ഒരു ജനാധിപത്യ രാജ്യമാണ്. ദിസ് അച്ചീവ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എ ലോങ് ആൻഡ് ഇവൻറ്റ്ഫുൾ സ്ട്രഗിൾ ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ. ഒരുപാട് ഇന്ത്യൻ ജനതയുടെ ഒരുപാട് സ്ട്രഗിളും പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഇവൻറ്റ്സൊക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു ജനാധിപത്യ രാജ്യം എന്നത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. There are other places in the world where people have also struggled to have democracies. ജനാധിപത്യ രാജ്യങ്ങൾക്കായിട്ട് ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആവാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിലുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. You now know that the main feature of a democracy is that the people have the power to elect their leaders. ഒരു ഡെമോക്രാറ്റിക് കൺട്രി, അതായത് ഒരു ജനാധിപത്യത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവരുടെ നേതാക്കളെ തെരഞ്ഞെടുക്കാൻ അധികാരം ഉണ്ട് എന്നതാണ്. സോ ഇൻ എ സെൻസ് എ ഡെമോക്രസി ഈസ് റൂൾഡ് ബൈ ദ പീപ്പിൾ. എന്തുകൊണ്ടെന്താണ്? ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ജനാധിപത്യം ജനങ്ങളുടെ ഭരണമാണ്. ദ ബേസിക് ഐഡിയ ഈസ് ദാറ്റ് പീപ്പിൾ റൂൾ ദംസെൽവ്സ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ മേക്കിംഗ് ഓഫ് ദീസ് റൂൾസ്. അപ്പോൾ ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ പങ്കെടുക്കുന്നതിലൂടെ ആളുകൾ സ്വയം ഭരിക്കുക എന്നത് അടിസ്ഥാന ആശയം. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ പങ്കെടുക്കുന്നതിലൂടെ ആളുകൾ സ്വയം ഭരിക്കുക എന്നതാണ് അടിസ്ഥാന ആശയം. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ് ഇൻ അവർ ടൈംസ് ആർ യൂഷ്വലി റെഫേർഡ് ടു ആസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസീസ്. നമ്മുടെ കാലത്തെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റുകൾ സാധാരണയായിട്ട് പ്രതിനിധി ഡെമോക്രസികൾ എന്ന് വിളിക്കുന്നു. Democratic governments in our times are usually referred to as representative democracies. നമ്മുടെ കാലത്തെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റുകളെ പൊതുവായിട്ട് പ്രതിനിധി ഡെമോക്രസികൾ എന്ന് വിളിക്കുന്നുണ്ട്. In representative democracies, people do not participate directly but instead choose their representatives through an election process. അതിൽ ആളുകൾ നേരിട്ടിട്ട് പങ്കെടുക്കുന്നില്ല, പകരം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. Thus representatives meet and make a decision for the entire population. അപ്പോൾ ഈ പ്രതിനിധികൾ ജനാധിപത്യ രാജ്യങ്ങളെ കണ്ടുമുട്ടുകയും മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വാർഡിലുള്ള അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുള്ള ഓരോ ആളുകളെ മത്സരിപ്പിക്കുക. ആ മത്സരത്തിൽ വിജയിക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഉള്ളത്. These days, a government cannot call itself democratic unless it allows what is known as universal adult franchise.
സാർവത്രിക മുതിർന്നവർക്കുള്ള ഫ്രാഞ്ചൈസി എന്നറിയപ്പെടുന്നവ അനുവദിക്കുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു സർക്കാരിന് സ്വയം ജനാധിപത്യമെന്ന് വിളിക്കാൻ ആവില്ല. ദിസ് മീൻസ് ദാറ്റ് ഓൾ അഡൾട്ട്സ് ഇൻ ദി കൺട്രി ആർ അലൗഡ് ടു വോട്ട്. ഇതിനർത്ഥം എന്താ? രാജ്യത്തെ എല്ലാ മുതിർന്നവർക്കും വോട്ട് ചെയ്യാൻ അധികാരം അനുവാദം ഉണ്ട്. ഇപ്പോൾ ഫ്രാഞ്ചൈസി, അതായത് സാർവത്രിക മുതിർന്നവർക്കുള്ള വോട്ട് അവകാശം ഫ്രാഞ്ചൈസി അനുവദിക്കുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? സർക്കാരിന് ജനാധിപത്യമെന്ന് വിളിക്കാനാവില്ല. ഇതിനർത്ഥം രാജ്യത്തെ എല്ലാ മുതിർന്നവർക്കും വോട്ട് ചെയ്യാൻ അനുവാദമുണ്ട്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ആൾവേസ് ലൈക്ക് ദിസ്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും ഇതുപോലെ ആയിരുന്നില്ല. Can you believe that there was a time when governments did not allow women and the poor to participate in elections? സ്ത്രീകളെയും ദരിദ്രരെയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സർക്കാരുകൾ അനുവദിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? In their earliest forms, governments allowed only men who owned property and were educated to vote. എന്താണ്? സ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളവരും അതുപോലെ വിദ്യാഭ്യാസമുള്ളവരുമായ പുരുഷന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അന്നത്തെ സർക്കാരുകൾ അനുവദിച്ചിരുന്നുള്ളൂ. This meant that women, the poor, the propertyless and the uneducated were not allowed to vote. എന്താ പറയുന്നത്? അതുപോലെ തന്നെ ഇതിനർത്ഥം എന്ന് പറയുന്നത് സ്വത്ത് കുറവുള്ള ആളുകൾ, അതുപോലെ ദരിദ്രരായവർ, സ്ത്രീകൾ, ഇവർക്കൊന്നും വോട്ട് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. The country was governed by the rules and regulations that those few men made. ഈ കുറച്ചു പേർ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് രാജ്യം ഭരണം നടത്തിയിട്ടുള്ളത്. Look this picture. Voting in a rural area. A mark is put on the finger to make sure that a person cast only one vote. ഓരോ ആളുകൾക്ക് എന്താണ്? അവരുടെ അവകാശമായിട്ടുള്ള വോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. In India, before independence, only a small minority was allowed to vote and they therefore came together to determine the fate of the majority. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചെറിയ ന്യൂനപക്ഷത്തെ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നുള്ളൂ. അതിനാൽ അവർ ഒത്തുചേർന്ന് ഭൂരിപക്ഷത്തിൻ്റെ വിധി നിർണയിക്കുന്നു. Several people, including Gandhiji, were shocked at the unfairness of this practice and demanded that all adults have the right to vote. ഈ നീതിയുടെ അന്യായത്തിൽ ഗാന്ധിജി ഉൾപ്പെടെ നിരവധി പേർ ഞെട്ടിപ്പോയി. എല്ലാ മുതിർന്നവർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ദിസ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇതിനെ സാർവത്രിക മുതിർന്നവർക്കുള്ള ഫ്രാഞ്ചൈസി എന്ന് വിളിക്കുന്നു. അപ്പം എന്താണ് പറയുന്നത്? ഇവർക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചെറിയ ന്യൂനപക്ഷത്തെ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നുള്ളൂ. അതിനാൽ അവർ ഒത്തുചേർന്ന് ഭൂരിപക്ഷത്തിൻ്റെ വിധി നിർണയിക്കുന്നു. കാരണം ആ കുറഞ്ഞ ഭൂരിപക്ഷത്തിലുള്ള ന്യൂനപക്ഷത്തിലുള്ള ആളുകൾ മാത്രം അവരെ സെലക്ട് ചെയ്ത് അവർ മാത്രമാണ് വിധി നിർണയിക്കുന്നത്. ഈ നീതിയുടെ അന്യായത്തിൽ, കാരണം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആകുമ്പം എല്ലാ ആളുകളും അതിൽ തുല്യ അവകാശമാണ്. കാരണം ഒരു ആളെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാവർക്കും ഒരേപോലെ റോളുണ്ട്. അതില്ലാതെ നിന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ നീതിയുടെ അന്യായത്തിൽ ഗാന്ധിജി ഉൾപ്പെടെ നിരവധി പേർ ഞെട്ടിപ്പോയി. എല്ലാ മുതിർന്നവർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദിസ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇതിനെയാണ് സാർവത്രിക മുതിർന്നവർക്കുള്ള ഫ്രാഞ്ചൈസി എന്ന് വിളിക്കുന്നത്. റൈറ്റിംഗ് ഇൻ ദി ജേർണൽ യങ് ഇന്ത്യ ഇൻ
1931. Gandhiji said, I cannot possibly bear the idea that a man who has got wealth should have the vote, but that a man who has got character but no wealth or literacy should have no vote, or that a man who works honestly by the sweat of his brow day in and day out should not have the vote for the crime of being a poor man. 1931 യങ് ഇന്ത്യ ജേണലിൽ എഴുതിയ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു. എന്താണ്? സമ്പത്ത് ലഭിച്ച ഒരാൾക്ക് വോട്ട് ഉണ്ടായിരിക്കണമെന്ന ആശയം എനിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷേ സ്വഭാവവും സമ്പത്തും സാക്ഷരതയും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വോട്ട് ഉണ്ടാകരുത്. അല്ലെങ്കിൽ പകൽ വിയർക്കുന്നതിലൂടെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്, അതായത് ഒരു ദരിദ്രർ ആയതുകൊണ്ട് ഒരു ദരിദ്രൻ എന്ന കുറ്റത്തിന് വോട്ട് ഉണ്ടാവരുത്. കാരണം അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ഗാന്ധിജി ജേണലിലൂടെ പറയുന്നത്. ഒരാൾ സമ്പത്തുണ്ട്, ആ സമ്പത്തുള്ളത് കൊണ്ട് ഒരാൾക്ക് വോട്ട്, അല്ലെങ്കിൽ ഒരു ദരിദ്രനായ ഒരാളാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് വോട്ട് ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ചിട്ടാണ് യങ് ഇന്ത്യ ജേണലിൽ 1931 ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സിൽ എന്താണ്? ഇന്ത്യ ഈസ് എ ഡെമോക്രസി. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. This achievement is the result of a long and eventful struggle of the Indian people. ഒരുപാട് ഇന്ത്യൻ ജനതയുടെ സ്ട്രഗിളും അതുപോലെ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഒരു ഇന്ത്യ ബിക്കേം എ ഡെമോക്രസി, ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ വളർന്നു വരാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. Then democratic governments in our times are usually referred as to representative democracies. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. Votes for women. Now here in the world have governments willingly shared power. All over Europe and USA, women and the poor have had to fight for participation in government. Women's struggle to vote got strengthened during the First World War. This movement is called the women's suffrage movement, as the term suffrage usually means right to vote. ലോകത്ത് ഒരിടത്തും ഭരണകൂടങ്ങൾക്ക് എന്താ വില്ലിംഗ്ലി അവർ അവരുടെ അധികാരങ്ങൾ പങ്കിട്ടിരുന്നില്ല. ഓൾ ഓവർ യൂറോപ്പ് ആൻഡ് USA, പ്രധാനമായിട്ട് യൂറോപ്പ്, USA തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ ഒരു ഭരണകൂടവും അവരുടെ അധികാരം പങ്കിട്ടിട്ട് ഉണ്ടായിരുന്നില്ല. വുമൺ ആൻഡ് ദ പുവർ ഹാവ് ഹാഡ് ടു ഫൈറ്റ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെൻറ്. യൂറോപ്പിലുടനീളം സ്ത്രീകളെ ഒരു റെസ്പെക്റ്റ് ചെയ്യുക, അവരെ ഈ ഗവൺമെൻറ്റിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ, അതുപോലെ സ്ത്രീകളും ദരിദ്രർക്കും സർക്കാരിൽ ഗവൺമെൻറ്റിൽ പങ്കാളിത്തത്തിനായിട്ട് പോരാടേണ്ടതായിട്ട് വന്നു. വുമൺസ് സ്ട്രഗിൾ ടു വോട്ട് ഗോട്ട് സ്ട്രെങ്തൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധ സമയത്താണ് വോട്ട് ചെയ്യാനുള്ള സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തമായിട്ട് നടന്നിട്ടുള്ളത്. This movement is called the women's suffrage movement, as the term suffrage usually means right to vote. ഈ പ്രസ്ഥാനത്തെ വനിതാ വോട്ടവകാശ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. മൂവ്മെൻറ്റ് ആസ് ദ ടേം സഫ്രേജ് യൂഷ്വലി മീൻ റൈറ്റ് ടു വോട്ട്. During the war, many men were away fighting. Because of this, women were called upon to do work that was earlier considered men's work. നേരത്തെ പുരുഷന്മാരുടെ ജോലിയായി കണക്കാക്കപ്പെട്ടിരുന്ന നിരവധി ജോലികളൊക്കെ, വിവിധ തരത്തിലുള്ള വ്യത്യസ്ത ജോലികളൊക്കെ സ്ത്രീകൾ ചെയ്യാൻ തുടങ്ങി. Many women began organizing and managing different kinds of work. When people saw this, they began to wonder why they had created so many unfair stereotypes about women and what they were capable of doing.
ആളുകൾ ഇത് കണ്ടപ്പോൾ അവരെന്തിനാണ് ഇത്രയധികം ആകർഷണീയമായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ സൃഷ്ടിച്ചതെന്നും അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. So, women began to be seen as being equally capable for making decision. അതിനാൽ സ്ത്രീകൾ തീരുമാനമെടുക്കാൻ തുല്യ പ്രാധാന്യമുള്ളവരായി തീർന്നു. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് യൂറോപ്യൻ കൺട്രീസ്, മെയിനായിട്ട് USA ഒന്നും ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കും ദരിദ്രരായ ആളുകൾക്കൊന്നും അവരുടെ ഗവൺമെൻറ്റിലോ അതുപോലെ തന്നെ വോട്ടിലൊന്നും അവകാശങ്ങൾ നൽകിയില്ല. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയമായപ്പോൾ സ്ത്രീകൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ടവകാശത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തു. ആ സ്ട്രഗിളാണ് സഫ്രേജ് യൂഷ്വലി മീൻ റൈറ്റ് ടു വോട്ട്, വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഇതായിട്ട് പറയുന്നത്. ദെൻ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് മെനി വുമൺ ബിഗാൻ ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക്. പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന, അതായത് ഒരു സ്ത്രീ ചെയ്യാൻ കഴിയില്ലെന്ന് കണക്കാക്കപ്പെട്ട പുരുഷന്മാരുടെ ജോലിയായി കണക്കാക്കപ്പെട്ടിരുന്ന നിരവധി ജോലികൾ സ്ത്രീകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവർ അൺഫെയർ സ്റ്റീരിയോടൈപ്പ് അബൌട്ട് വുമൺ ആൻഡ് വാട്ട് ദേ വർ കാപ്പബിൾ ഓഫ് ഡൂയിങ്. അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചിട്ട് ആളുകൾ ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. സോ വുമൺ ബിഗാൻ ടു ബി സീൻ ആസ് ബീങ് ഈക്വലി കാപ്പബിൾ ഓഫ് മേക്കിംഗ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് തുല്യമായ രീതിയിൽ ഒരു അവകാശം നേടിയെടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിച്ചു. The suffragettes demanded the right to vote for all women, and to get their demands heard, they chained themselves to railings in public places. മാനേജിംഗ് വുമൺ, നിരവധി സഫ്രാഗറ്റുകൾ ജയിലിൽ അടക്കപ്പെട്ടു. മാനേജിംഗ് വുമണ് നിരവധി സഫ്രാഗറ്റുകൾ ജയിലിൽ അടക്കപ്പെട്ടു. Then many suffragettes were imprisoned and went on hunger strikes, and they had to be fed by force. American women got the right to vote in 1920, while women in the UK got to vote on the same terms as men some years later in 1928. അവർക്ക് ഈ സഫ്രാഗറ്റുകളെ ജയിലിൽ അടക്കപ്പെട്ടവ അവർക്ക് കഠിനമായിട്ട് പണിമുടക്ക് നടത്തി, അവർക്ക് ബലപ്രയോഗത്തിലൂടെ ഭക്ഷണം നൽകേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അമേരിക്കൻ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം 1920 ലഭിച്ചു. UK വാമന്മാർക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1928 പുരുഷന്മാരുടെ അതേ ടേമുകളിൽ വോട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വന്നപ്പോൾ അവിടെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾക്കും വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് ഒരു നിശ്ചിത ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനെതിരെ USA, യൂറോപ്യൻ കൺട്രീസിലുള്ള വുമണ് പ്രവർത്തിച്ച് അവരുടെ വോട്ടവകാശം നേടിയെടുത്തതിനെ കുറിച്ചുള്ളൊരു സ്മോൾ പാരഗ്രാഫാണ് ഈ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ക്ലാസ്? Then this chapter is over. First, in this chapter, what is government? First we will discuss what is a government. Then we will discuss levels of government, law and the government. Then types of government പറഞ്ഞു. Then we will discuss democratic governments. Then after watching the class, reading the lesson carefully, and if you have any doubts, ask me. Then after the class, write the question answer in your notebooks. See you, meet in next class. See you again. Bye dear students.